ഞാൻ സുന്ദരിയല്ല, ഓക്കെ, ആവറേജ്. എൻ്റെ സാരീസിനൊന്നും വലിയ വിലയൊന്നുമില്ല. നമ്മളിങ്ങനെ 500-നകത്തൊക്കെ ഉള്ളൂ പല സാരിയുടെ വില. 1000-ന് മുകളിൽ സാരി ഉണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഇങ്ങോട്ട് ലൊക്കേഷനിലേക്ക് വരാനായിട്ടൊക്കെ വരുമ്പോൾ കോളേജിലെ പയ്യന്മാരൊക്കെ വണ്ടൂസേ ഇങ്ങനെ വിളിക്കുമായിരുന്നു. അപ്പോൾ അത് കേൾക്കാൻ ഒരു സുഖമായിരുന്നു. എൻ്റെ കഴുത്തിൽ ഇപ്പോഴും ഒരു ഗുരുവായൂരപ്പൻ മാല ഇങ്ങനെ കിടക്കും, ലോക്കറ്റ്. വലിയ പൊട്ട് വെച്ചിട്ടല്ലേ കാണുന്നത്, അത് പണ്ടേ ഉള്ളൊരു ട്രേഡ് മാർക്ക്. എന്റെ പ്രതിഫലം കേട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഇത് അതിൽ പറയുന്നതൊന്നും സത്യമൊന്നുമല്ല. ഒരു കൊച്ചിനായിട്ട് ദ്രോഹിക്കുന്ന ഒരു സീരിയൽ ഞാൻ ചെയ്തായിരുന്നു, രണ്ടാനമ്മയായിട്ട്. സമയത്ത് വന്നിട്ട് പറഞ്ഞു ഒരിക്കലും ഗുണം പിടിക്കില്ല എന്നൊക്കെ ഒരു അമ്മ വന്നു. ഞാൻ പറഞ്ഞു അയ്യോ അമ്മ, ഞാൻ അഭിനയിക്കുന്നതല്ലേ. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. ഓക്സിജൻ, ദ സ്മാർട്ട് ഫോൺ എക്സ്പെർട്ട്. ഹായ്, ഹലോ, വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് നമ്മളുടെയൊക്കെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് കാർത്തിക ചേച്ചി. കാർത്തിക ചേച്ചി, വെൽക്കം ടു ദി ഷോ. നമസ്കാരം ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? ഭയങ്കര സുന്ദരിയായിട്ടുണ്ടല്ലോ ആസ് യൂഷ്വൽ. എപ്പോഴും ചേച്ചി നമ്മൾ ഭയങ്കര വെൽ ഡ്രസ്ഡ് ആയിട്ടാണ് കാണുന്നത്. ഞാൻ സുന്ദരിയല്ല, ഓക്കെ, ആവറേജ്. പിന്നെ വെൽ ഡ്രസ്ഡ് സാരിയാണ് അല്ലേ, നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുള്ള സാരീസിലായിരിക്കുമല്ലോ. സാരിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡ്രസ് കോഡിൽ എനിക്ക് ഇഷ്ടമുള്ളത് സാരിയാണ്. സീരിയൽസിന് വേണ്ടിയിട്ടാണ് കുറേ ഈ ആടകൂട സാരിയൊക്കെ കൊടുക്കുന്നത്, ഈ പട്ട് സാരി ടൈപ്പ് ഭയങ്കര ഇതായിട്ടൊക്കെ ഉള്ള ആ ക്യാരക്ടർ ബേസിൽ അങ്ങനെ ചെയ്യുന്നത്. സിമ്പിളായിട്ടൊക്കെ നമ്മളിങ്ങനെ ലൈറ്റ് ആയിട്ട് ഷെയ്ഡൊക്കെ യൂസ് ചെയ്യുന്നത്. ചേച്ചി സീരിയലിന്റെ കാര്യം പറഞ്ഞു. നമ്മൾ സീരിയലിലൊക്കെ ചേച്ചി എപ്പോഴും പൊട്ട് വെച്ചിട്ടാണ് കാണുന്നത്, പുറത്തും കാണുന്നത് പൊട്ട് വെച്ചിട്ടാണ്. പൊട്ട് ചേച്ചിയുടെ ഒരു ട്രേഡ് മാർക്കാണ്. ഈ വലിയ പൊട്ട് വെച്ചിട്ടല്ലേ കാണുന്നത്, അത് പണ്ടേ ഉള്ള ഒരു ട്രേഡ് മാർക്കാണ്. അത് കുഞ്ഞിലേ തൊട്ടേ. അതെ അതെ, അതായത് നമ്മൾ കൊച്ചുകുട്ടികളായിരിക്കുമ്പോഴേ അമ്മമാരിങ്ങനെ വലിയ പൊട്ട് തൊടുമല്ലോ, ഈ ദൃഷ്ടിദോഷമൊക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനെ അമ്മ എനിക്ക് എപ്പോഴും വലിയ കറുത്ത പൊട്ടായിരുന്നു തൊട്ട് തന്നോണ്ടിരുന്നത് എൻ്റെ കുട്ടിക്കാലത്ത്. അതങ്ങനെ സ്കൂളിൽ പോകുമ്പോഴും അമ്മ അങ്ങനെ ചെയ്യുള്ളൂ. അങ്ങനെ ചെയ്ത് പിന്നെ അത് ഞാൻ സ്കൂളിൽ ഹൈസ്കൂളിലൊക്കെ ആയപ്പോൾ എനിക്കത് മാറ്റുമ്പോൾ എന്തോ ഒരു പോരായ്മ പോലെയാണ്. പിന്നെ അങ്ങനെ ഒട്ടിക്കുന്ന പൊട്ടാക്കി. പിന്നെ അതങ്ങനെ എൻ്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി. മുക്കുത്തിയൊക്കെ ഞാൻ മാറാറുണ്ട്. അല്ല, സ്കൂളിൽ പഠിക്കുമ്പോൾ ഒന്നും കുത്തിയിട്ടില്ല, കല്യാണം കഴിഞ്ഞതിന് ശേഷം മൂക്ക് കുത്തിയത്. ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു പെർമിഷൻ മേടിച്ചിട്ട്, വീട്ടിൽ സമ്മതിക്കത്തില്ലായിരുന്നു. അപ്പൊ ഹസ്ബൻഡാണ് കന്നഡം പറഞ്ഞു നീ കുത്തിക്കൊന്ന് പറഞ്ഞു, അങ്ങനെ കുത്തിയത്. മൂക്കുത്തി മാറാറുണ്ട് ഓരോ ഡ്രസ്സിനനുസരിച്ച്. എനിക്ക് ക്രേസ് ആണത്. പൊട്ട മൂക്കുത്തി കുപ്പി വളകളൊക്കെ എന്റെ ക്രേസ് ആണ്. ഓക്കെ. അപ്പൊ ചേച്ചി നമ്മൾ സീരിയൽസിൽ കാണുമ്പോഴും ഭയങ്കര നല്ല സാരി ഒക്കെ ആയിരിക്കും ചേച്ചി എപ്പോഴും എടുക്കുക. അപ്പൊ ചേച്ചി ഭയങ്കര പെർട്ടിക്കുലർ ആണോ എപ്പോഴും ഇങ്ങനെ സാരി ചൂസ് ചെയ്യുന്ന സമയത്തൊക്കെ? ആ സാരി ഞാനിപ്പം 33 വർഷമായി അഭിനയിക്കുന്നു. അപ്പൊ ആ വർഷം മുതലുള്ള സാരീസ് കുറെ കളക്ഷൻ്റെ കുറെ 1000-ന് മുകളിൽ സാരി ഉണ്ട്. അപ്പൊ കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ സാരീസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് സാരി പർച്ചേസിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടിക്ക് ഞാൻ പോവാറില്ല. ഒരു എവിടെയെങ്കിലൊക്കെ യാത്ര പോകുമ്പോൾ ഈ റോഡ് സൈഡിലൊക്കെ ചെറിയ ചെറിയ കടകളിൽ കാണില്ലേ, അപ്പൊ അങ്ങനെ കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അവിടെ വണ്ടി നിർത്തിയിട്ട് മേടിക്കും. ഞാൻ എപ്പോഴും സാരി സെലക്ട് ചെയ്യുമ്പോൾ ഒരു ഡിസൈനിന്റെ തന്നെ 4-5 കളർ ഒരുമിച്ചെടുക്കും. അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ അത് പല സീരിയലിലിടും. അപ്പൊ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് വലിയ വിലയുടെ സാരീസ് ഒന്നും അങ്ങനെ എടുക്കാറില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ വലിയ വിലയുടെ സാരീസ് യൂസ് കുറച്ചൊക്കെ ഉണ്ട് കയ്യിൽ. അല്ലാതെ വലിയ വിലയെന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ പാർട്ടി വെയർ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. സീരിയൽസിലൊക്കെ കൊടുക്കുന്ന എൻ്റെ സാരീസിനൊന്നും വലിയ വിലയൊന്നുമില്ല. നമ്മളിങ്ങനെ 500-നകത്തൊക്കെ ഉള്ളൂ പല സാരിയുടെ വില. ആണോ? ഞാൻ അങ്ങനെ നോക്കി എടുക്കുള്ളൂ. ഓക്കെ. നമ്മളിങ്ങനെ യൂട്യൂബിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ചില വീഡിയോസ് ഒക്കെ കാണും, അതായത് സീരിയൽ ആക്ട്രസ് നടിമാരുടെ പ്രതിഫലം അങ്ങനെ വീഡിയോ, അവരുടെ വയസ്സ് എന്ന് പറഞ്ഞിട്ടൊക്കെ വീഡിയോസ് ചേച്ചി കാണാറുണ്ട്? അങ്ങനത്തെ കാണാറുണ്ട്. എന്റെ പ്രതിഫലം കേട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഇത് അതിൽ പറയുന്നതൊന്നും സത്യമൊന്നുമല്ല. ചുമ്മാ അവര് പലരും അവർക്കും അറിയില്ലല്ലോ നമ്മൾ എത്ര പ്രതിഫലം മേടിക്കുന്നതെന്ന്. അതൊക്കെ നമ്മുടെ ഒരു ഇതല്ലേ, അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് എന്താണെന്നൊന്നും അവർക്കറിയില്ല. അതൊക്കെ ചുമ്മാ പറയുന്നതാ. ഇവര് മേടിക്കുന്ന പ്രതിഫലം 25,000 രൂപ എന്നൊക്കെ പറയാം. എന്റെ പ്രതിഫലം എഴുതിയിട്ടുണ്ടായിരുന്നു അവര്. ഞാൻ ചുറ്റുമേ 25,000 രൂപയാ, അത്രയൊന്നുമില്ല. അതൊക്കെ ഈ പറയുന്ന കുറവാ. അവര് പറയുന്നത് ഭയങ്കര നുണയാണ് പറയുന്നത്. ഓക്കെ. അപ്പം ചേച്ചിക്ക് ഒരു വില്ലത്തി ഒരു ഇമേജ് വരുന്നത് മാനസപുത്രിയിലെ മാനസപുത്രി ചെയ്ത് നായികയായിട്ട് ചെയ്തിട്ട് പിന്നെ വീട്രാക്സിന്റെ ബൈജു ദേവരാജ് സാറാണ് എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട് ഒരു അവസരം. ആ ക്യാരക്ടർ ഭയങ്കര എസ്റ്റാബ്ലിഷ് ചെയ്ത ക്യാരക്ടർ. അതെ അതെ, ഭയങ്കര. തമിഴും തെലുങ്കും ഒക്കെ പോയി ആ ക്യാരക്ടർ. തമിഴിലും തെലുങ്കിലും ഞാൻ അഭിനയിച്ചു ആ ക്യാരക്ടറായിട്ട്. അപ്പൊ ആ ക്യാരക്ടർ നമ്മളൊരു വില്ലത്തി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആൾക്കാരുടെ ഒരു റെസ്പോൺസ് എന്തൊക്കെയായിരുന്നു ചേച്ചി? പിന്നെ സ്ഥിരം വില്ലത്തി ആയിരുന്നല്ലോ രഹസ്യത്തില്. പിന്നെ അങ്ങനെ കുശുമ്പത്തി വില്ലത്തി അങ്ങനെയുള്ള ക്യാരക്ടർ ആയിരുന്നു.
അപ്പം ആൾക്കാർ ഭയങ്കര പണ്ടത്തെ കുറച്ചുകൂടെ പുറകിലോട്ടുള്ള കാര്യമാണ്. ഞാൻ ആ സമയത്താണ് വില്ലത്തിയായിട്ട് ചെയ്യുന്നത്. അപ്പോഴും നേരിട്ട് വന്ന് നമ്മളെ പ്രാഗിട്ടൊക്കെ ഉണ്ട്, എന്നെ പ്രാഗിട്ടൊക്കെ ഉണ്ട്. എവിടെ വെച്ച്? ഒരു അമ്പലത്തിൽ വെച്ചിട്ട് നീ ഗുണം പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൊച്ചിനായിട്ട് ദ്രോഹിക്കുന്ന ഒരു സീരിയൽ ഞാൻ ചെയ്തായിരുന്നു, രണ്ടാനമ്മയായിട്ട്. സമയത്ത് വന്നിട്ട് പറഞ്ഞു ഒരിക്കലും ഗുണം പിടിക്കില്ല എന്നൊക്കെ ഒരു അമ്മ വന്നു. ഞാൻ പറഞ്ഞു അയ്യോ അമ്മ ഞാൻ അഭിനയിക്കുന്നതല്ലേ, അത് ക്യാരക്ടർ അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലരങ്ങ് റിയലായിട്ട് അതിനെ അങ്ങ് ഉൾക്കൊള്ളും. നമ്മൾ അഭിനയിക്കുമ്പോൾ ശരിക്കും നടക്കുന്നതാണെന്നൊക്കെ അവർ തോന്നും. അതുകൊണ്ടായിരിക്കാം. പിന്നെ അടിയൊന്നും കിട്ടിയിട്ടില്ല, നമ്മളോടൊക്കെ ഇങ്ങനെ വന്ന് പറയാറുണ്ട്, അത്രേ ഉള്ളൂ. ഇപ്പം പക്ഷേ ആൾക്കാർക്ക് കുറച്ചുകൂടെ റിവീലായെന്ന് തോന്നുന്നു. നമ്മൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സും എന്താണ് അത് എന്റെ ടെക്നിക്ക് എന്താണെന്നൊക്കെ അറിയാമെന്ന് തോന്നുന്നു. അതുകൊണ്ട് വലിയ പിന്നെ കുറച്ചു കാലം വില്ലത്തിയായിരുന്നു, പിന്നെ ഹ്യൂമർ വില്ലത്തി പ്ലസ് കോമഡി ആ ക്യാരക്ടർ അബദ്ധങ്ങളൊക്കെ കാണിക്കുന്ന വില്ലത്തി. പിന്നെ അത് കുറച്ച് പിന്നെ കോമഡി ക്യാരക്ടറിലേക്ക് പോയി. ഇപ്പം ഞാൻ സ്വാന്തനം എന്ന് പറഞ്ഞിട്ട് ഏഷ്യാനെറ്റിൽ ചെയ്യുന്ന 2 ക്യാരക്ടർ, ഒരേ സീരിയലിൽ തന്നെ 2 ടൈപ്പ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. അതായത് ഇത് ശരിക്കും ഒരു പാവം പിടിച്ച വീട്ടിലെ അമ്മ, കോളനി അങ്ങനെ ഒരു സെറ്റപ്പിൽ താമസിക്കുന്ന ഒരു അമ്മ, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തൊരമ്മ. മോളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ഭയങ്കര അമ്മയും അച്ഛനും കോടീശ്വരന്മാരാണെന്ന് കാണിക്കാൻ വേണ്ടി വലിയ ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ട് പോകുന്ന ഒരു സെറ്റപ്പ്. അങ്ങനെ 2 വിത്തൗട്ട് മേക്കപ്പിലും വിത്ത് മേക്കപ്പിലും അഭിനയിക്കുന്നുണ്ട്. ചേച്ചി നായികയായിട്ട് വന്നു, ഇത്രയും കാലം നമ്മൾ ആ ലൈം ലൈറ്റിൽ നിൽക്കുകയാണല്ലോ. അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ ചേച്ചിക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? അയ്യോ ഭയങ്കര സന്തോഷമാണ്. 33 വർഷമൊക്കെ നമ്മള് ഫീൽഡിൽ അതും സ്റ്റേബിൾ ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് നിൽക്കുക എന്ന് പറയുന്ന ഒരു ദൈവാനുഗ്രഹം തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ദൈവത്തിന്റെ ഒരു അനുഗ്രഹം എവിടെയോ ഉള്ളത് കൊണ്ടല്ല നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. ഒന്ന്, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല ആൾക്കാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല പലരും, പിന്നെ പലരും ഇല്ല, ഫീൽഡിലില്ല, പല കാരണങ്ങളാൽ ഫീൽഡ് ഔട്ട് ആയി പോയവരൊക്കെ ഉണ്ട്. നമുക്കിപ്പോഴും നിൽക്കാൻ പറ്റുന്നുണ്ട്. അതിനുള്ളൊരു ഭാഗ്യം ഈശ്വരൻ തന്നു. പിന്നെ പ്രേക്ഷകർ അവർ നമ്മളെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര നമ്മളൊക്കെ പുറത്ത് പോകുമ്പോൾ നമുക്കറിയുന്നത് അവർ നമ്മളോട് സംസാരിക്കുമ്പോഴല്ലേ നമ്മൾ അഭിനയിക്കുന്നതിനെ കുറിച്ചൊക്കെ റിയാക്ഷൻസ് അറിയുന്നത്. ഓരോരുത്തരും ഒന്ന് പറയാറുണ്ട്. ചേച്ചി അങ്ങനെ ഓർത്തിരിക്കുന്ന ഒരു മൊമെന്റ് ഭയങ്കരമായിട്ട് ഒരുപാട് നമ്മുടെ അടുത്ത് അങ്ങനെ ഓർത്തിരിക്കാൻ ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാർത്തിക ചേച്ചി, അല്ലെ കാർത്തിക ഞങ്ങളെ കാണാറുണ്ട്, പിന്നെ ഞങ്ങളുടെ വീട്ടിലെ ഒരാളെ പോലെ ഞങ്ങൾക്ക് തോന്നുന്നത്, ഞങ്ങളുടെ ചേച്ചിയോ അല്ലെ അമ്മയൊക്കെ സംസാരിക്കുന്ന പോലെയാണ് ചേച്ചി സംസാരിക്കുന്നത്. ചേച്ചി സീരിയലിൽ വരുമ്പം അമ്മയൊക്കെ ഞങ്ങളെ വഴക്കു പോലെ അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന പോലെയാണ് ചേച്ചിയുടെ അഭിനയൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. അങ്ങനെയൊക്കെ പറയാൻ കൊച്ചു പയ്യന്മാരൊക്കെ ഇപ്പോഴത്തെ 2 കിഡ്സ് ഉണ്ടല്ലോ, ഇപ്പോഴത്തെ 2K കിഡ്സ്, അവര് വന്നിട്ടൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. അവരും സീരിയൽ കാണുന്നുണ്ടല്ലോ പയ്യന്മാരൊക്കെ, ചേച്ചി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ, ആൻറ്റി ഞങ്ങൾക്ക് ഇഷ്ടമാണ് എന്നൊക്കെ വന്ന് പറയുമ്പോൾ ഭയങ്കര ആണോ ഒക്കെ. ഞാൻ ഇവരൊക്കെ ഇരുന്ന് കാണുമോ സീരിയല്? റീൽസ് ഒക്കെ ചെയ്യാം നിങ്ങൾ? ചുമ്മാ ചെയ്തിടും സീരിയലിൽ വേണ്ടിയിട്ട് ഫണ്ണി ആയിട്ടൊക്കെ ഇടും. അത് വെറുതെ ചെയ്തിടുന്നത്. സോഷ്യൽ മീഡിയയിൽ എങ്ങനെ അത്ര ആക്റ്റീവ് ആണോ ചേച്ചി? അല്ല, ആക്റ്റീവ് അല്ല, എനിക്ക് സമയമില്ല. ഒന്നാമത്തെ കാര്യം, ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയാലും എനിക്ക് സമയമില്ല. പിന്നെ ചുമ്മാ എന്തെങ്കിലും കിട്ടുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ എടുത്തിടുന്നത്. ഞാൻ തന്നെ ക്യാമറാമാനും എല്ലാം ആക്റ്റീവ് ചെയ്യാനായിട്ട് അങ്ങനെ ചുമ്മാ എടുത്തിടുന്നു. പിന്നെ ഒരുപാട് പേരിങ്ങനെ വന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, എൻ്റെ കഴുത്തിൽ എപ്പോഴും ഒരു ഗുരുവായൂരപ്പൻ മാല ഇങ്ങനെ കിടക്കും, ലോക്കറ്റ്. ഞാൻ ഇപ്പം ഇട്ടിട്ടില്ലെന്നേ ഉള്ളൂ. എല്ലാ ക്യാരക്ടേഴ്സും ഞാൻ അത് ഇടാറുണ്ട്. വില്ലത്തി ചെയ്യുമ്പോഴും പാവം ചെയ്യുമ്പോഴും ഒക്കെ ഞാൻ ഇത് ഇടാറുണ്ട്. കാലിമാലയും ഗുരുവായൂരപ്പനും ഒക്കെ ഉള്ള ഒരു വലിയ മാലയാണ് ഞാൻ ഇടുന്നത്. എപ്പോഴും എൻ്റെ കയ്യിൽ കാണും അത്. അപ്പം ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യന്മാർ, ഡയറക്ടേഴ്സ് ഒക്കെ പറയാറുണ്ട് അവരുടെ അമ്മയ്ക്കൊക്കെ ഇങ്ങനത്തെ മാലയുണ്ട് ചേച്ചി, പെങ്ങൾക്കുണ്ട്. ഞങ്ങൾ ചേച്ചിയുടെ കഴുത്തിൽ ഇത് കിടക്കുമ്പോൾ അവരെ ഇങ്ങനെ പണ്ട് കോളേജിലൊക്കെ പോകുന്ന കാര്യമൊക്കെ ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത്. ചേച്ചി അത് എപ്പോൾ മേടിച്ചതാ? ഞാൻ പണ്ടേ ഉള്ളതാ, എനിക്കത് വർഷങ്ങൾക്ക് മുമ്പുള്ളതാ. ഗുരുവായൂർ പോയ സമയത്ത് ഈ ലോക്കറ്റ് അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്കിങ്ങനെ പലരുടെ കഴുത്തിൽ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് മേടിച്ചിട്ട് സ്വർണം കെട്ടിച്ചത്. അത് അതിനുശേഷം ഞാൻ ഊരിയിട്ടില്ല. എല്ലാ ഡ്രസ്സിന്റെയും എപ്പോഴും ഇടും. ഞാനിപ്പോ ഈ ഫംഗ്ഷനൊക്കെ വരുമ്പോ ഇങ്ങനെ ഒറ്റ മാല ഇടേണ്ടത് കൊണ്ടാണ് അത് ഇടാത്തത്. എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവും അത് സാധനം. വീട്ടിൽ ആരൊക്കെ ഉണ്ട് ചേച്ചി? എന്റെ ഇപ്പം ഞങ്ങള് ട്രിവാൻഡ്രം ജഗതിയിലാണ് താമസിക്കുന്നത്. ഞാനും ഹസ്ബൻഡും മോളും മാത്രം. മോൾ എന്ത് ചെയ്യാ? മോള് ഇപ്പൊ 8ാം ക്ലാസ്സില്. നിരുപമ. പേര് നിരുപമ. ട്രിവാൻഡ്രത്ത് അവിടെ സ്കൂളിൽ തന്നെയാണോ? പോളി ഏഞ്ചൽസ് നന്തൻകോടാ പഠിക്കുന്നത്. അപ്പം മോളുടെ സ്കൂളും ചേച്ചിയുടെ ഷൂട്ടും ഒക്കെ എങ്ങനെ മാനേജ് ചെയ്ത്? അവള് കുഞ്ഞായിരിക്കുമ്പോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവളെ നമുക്ക് മാനേജ് ചെയ്യാൻ പാടാ. അവൾക്ക് അറിയില്ലല്ലോ. അമ്മ കാണാത്തപ്പോൾ കരയും രാത്രിയിൽ. ഞാൻ ലേറ്റ് ആയിട്ടൊക്കെ, നമുക്ക് ഷൂട്ടിങ് ടൈം എന്ന് പറയുന്നത് രാവിലെ ഒരു 6:45-7 മണിയാകുമ്പം നമ്മൾ വീട്ടിൽ നിന്ന് പോകണം. വണ്ടി വരും.
പിന്നെ രാത്രി ഷൂട്ട് തീരുമ്പോൾ ചിലപ്പോൾ 10 മണിയാവും, ചിലപ്പോൾ 11 മണിയാവും. അപ്പോൾ നമ്മൾ ഡബ്ബിങ് ഉണ്ട്, ഞാൻ ഡബ്ബിങ് ചെയ്യുന്ന ആർട്ടിസ്റ്റാണ്, സ്വന്തമായിട്ട് തന്നെ ഡബ്ബി, എൻ്റെ സൗണ്ട് തന്നെയാണ്. അപ്പോൾ അതും കൂടെ ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ലേറ്റ് ആവും ചിലപ്പോൾ. അപ്പോഴത്തേക്ക് മോൾക്ക് കരച്ചിൽ വരും, എന്നെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമമാണ് ആ സമയത്തൊക്കെ. ഹസ്ബൻഡും വീട്ടിലുള്ളവരൊക്കെ മാനേജ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ അവൾ വലുതായില്ലേ, കുറച്ചുകൂടെ അറിവായി. ഇപ്പം കണ്ടല്ലേ വളരുന്നത്. ജനിച്ചപ്പോൾ മുതൽ അമ്മ എങ്ങനെ ഷൂട്ടിങ്ങിന് പോകുന്നത് കണ്ട് ഇപ്പം അവൾക്ക് അറിയാം അമ്മ പോകുന്നത്. ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ അവള് പറയായിരിക്കും, എനിക്കറിയില്ല, ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാറില്ല, ആ കാര്യമൊന്നും ഞാൻ ചോദിക്കാറില്ല. പിന്നെ മോള് ക്രിറ്റിസൈസ് ചെയ്യും, എന്നെ നന്നായിട്ട് ക്രിറ്റിസൈസ് ചെയ്യാറുണ്ട്. എൻ്റെ അഭിനയം ആകെ ക്രിറ്റിസൈസ് ചെയ്യുന്ന അവള് മാത്രമേ ഉള്ളൂ, വേറെ ആരും എന്നെ പറയാറില്ല. അവള് നന്നായിട്ട് പറയും, നോക്കും, ഓരോന്നൊക്കെ നിങ്ങൾ നോക്കിയിട്ട് പറയാം, അമ്മ അങ്ങനെ ചെയ്യണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു, അമ്മയ്ക്ക് ഒരുപാട് ഓർണമെന്റ്സ് ഇതിനെ വാരി വലിച്ചിടുന്നത്, ഇപ്പോഴത്തെ ഫാഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, അങ്ങനെ നമ്മൾ പറഞ്ഞുതരാം. ചേച്ചി അത് ഫോളോ ചെയ്യാറുണ്ടോ? അവള് പറഞ്ഞു സീരിയൽ ഒരു ടൈപ്പ് വേറെയാണല്ലോ, നമ്മളല്ലാതെ എവിടെയെങ്കിലും ഇപ്പോൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ സിമ്പിളായിട്ട് അങ്ങനെ പോകാറുണ്ട്. അല്ലാതെ ഇപ്പൊ സീരിയലിലേക്ക് ഇപ്പൊ പണക്കാരി കാണിക്കുന്ന സിമ്പിൾ ഇട്ടാൽ പറ്റില്ലല്ലോ. സീരിയലിൽ നമ്മൾ ഒരു 5-6 വലിയ ഓർണമെന്റ്സ് ഒക്കെ ഇട്ടാലേ അത് അങ്ങനെ തോന്നുള്ളൂ, അതിന് വേണ്ടിയിട്ടിടും. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും ഇയേഴ്സ് ആവുന്നു ചേച്ചി ഇൻഡസ്ട്രിയിൽ നിന്നിട്ട്. അപ്പൊ ചേച്ചിക്ക് ഒരു മനസ്സിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഏതാ ഇതുവരെ ചെയ്തതില്ലേ മോസ്റ്റ് ലവബിൾ ക്യാരക്ടർ? അതിൽ ഒരു ക്യാരക്ടർ എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് സ്നേഹാഞ്ജലി എന്ന് പറഞ്ഞ സീരിയല് 1999 തൃശ്ശൂരാണ് അതിൻ്റെ ഷൂട്ടിങ്. സ്നേഹാഞ്ജലി ആ സീരിയലിൽ കുമരകം രഘുനാഥിൻ്റെ പെങ്ങളായിട്ട് 2 നായികമാർ, അതിലൊരു രണ്ടാമത്തെ ഹീറോയിനായിട്ട് ഞാൻ അഭിനയിക്കുന്നത്. സ്നേഹാഞ്ജലി സീരിയല് മായ മണ്ടൂസ് എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. മണ്ടൂസെ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ആ വീട്ടിലുള്ളവരെല്ലാം കഥാപാത്രത്തെ മണ്ടൂസെ എന്നാണ് വിളിക്കുന്നത്. ഈ പറഞ്ഞ പോലെ എന്ത് കാണിച്ചാലും ഒരു മണ്ടത്തരം കാണിക്കുന്ന ഒരാള്, അങ്ങനെ ഒരു കൊച്ച്. പക്ഷെ പോകെ പോകെ ഹരിശാന്താണ് എൻ്റെ നായകനായിട്ടൊക്കെ അഭിനയിച്ചത്, ഹരിശാന്ത്. അപ്പോൾ കുറേ പോകുമ്പം ഈ ക്യാരക്ടറിന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ലൈഫിൽ സംഭവിക്കുന്നതൊക്കെയാണ് കഥ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ സീരിയൽ ഭയങ്കര ഹിറ്റായിരുന്നു, ഏഷ്യാനെറ്റിലുണ്ടായിരുന്നു. നമ്മൾ റോഡിലൊക്കെ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഇങ്ങോട്ട് ലൊക്കേഷനിലേക്ക് വരാനായിട്ടൊക്കെ വരുമ്പോൾ കോളേജിലെ പയ്യന്മാരൊക്കെ മണ്ടൂസേ ഇങ്ങനെ വിളിക്കുമായിരുന്നു. അപ്പോൾ അത് കേൾക്കാൻ ഒരു സുഖമായിരുന്നു. അതെനിക്കിഷ്ടമാണ്, ആ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടർ അത്. അങ്ങനെ പിന്നെ രഹസ്യത്തിലെ മേഡത്തിന് ഈ മുംതാസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ, ഇപ്പൊ ചെയ്യുന്ന സാന്ത്വനം എന്ന് പറഞ്ഞ സീരിയലിലെ ഞാൻ പറഞ്ഞില്ലേ 2 ക്യാരക്ടർ, അത് ആ ക്യാരക്ടർ ഒന്ന് മേക്കപ്പ് ഇല്ലാതെ ഒന്ന് മേക്കപ്പ് ഇട്ടും ചെയ്യുന്നൊരു ക്യാരക്ടർ. പിന്നെ ഇല്ല, ഞാൻ ചെയ്യുന്ന ഓൾമോസ്റ്റ് ക്യാരക്ടേഴ്സ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. ഈ ഏറ്റവും പെട്ടെന്ന് പറയാൻ ഈ മായ മണ്ടൂസിന്റെ ക്യാരക്ടറാണ്. നമ്മളിങ്ങനെ സീരിയലിൽ ആക്ട് ചെയ്യുമ്പോൾ പൊതുവെ ഡയലോഗ്സ് ഒക്കെ പ്രോംപ്റ്റ് ചെയ്ത് തന്നിട്ടല്ലേ ചെയ്യുന്നത്. അപ്പം ആദ്യമൊക്കെ നമുക്കത് പ്രോംപ്റ്റിങ്ങുമായിട്ട് ഒന്ന് പാടായിരുന്നു, യോജിച്ചു പോകാനായിട്ട് പാടുണ്ട്. ആദ്യമൊക്കെ ഫസ്റ്റ് തുടക്കത്തിൽ തെറ്റിക്കും, നമുക്കറിയില്ലല്ലോ. അപ്പൊ അത് അതിന്റെ ആ ഒരു ട്രാക്കിലോട്ട് നമ്മൾ വന്നിട്ടില്ലായിരുന്നു ആ സമയത്തേക്ക്. ഞാൻ 14 വയസ്സിൽ അഭിനയിക്കാൻ വന്നു. അപ്പൊ ഈ ഫീൽഡ് എന്താണെന്ന് പോലും അറിയാത്ത ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെ തെറ്റിക്കുമ്പോൾ നമ്മൾ ഡയറക്ടർ പറഞ്ഞു തരും, ചിലപ്പോൾ വഴക്കൊക്കെ കേൾക്കും, അതൊക്കെ സ്വാഭാവികം, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പം കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണ്. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താ ചോദിച്ചാൽ, അല്ലാതെ 4 ഡയലോഗ് പറയണമെങ്കിൽ പ്രോംപ്റ്റിംഗ് ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കും പെട്ടെന്ന്. കാണാതെ പഠിച്ച് പറയാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മുടെ ക്യാരക്ടർ നമ്മൾ തന്നെ ഡബ് ചെയ്യുമെന്ന് പറഞ്ഞു, ചേച്ചിയുടെ ക്യാരക്ടർ ചേച്ചി തന്നെ ചെയ്യുമ്പോൾ അപ്പൊ നമ്മൾ കുറച്ചും കൂടെ എഫേർട്ട് കൂടുതൽ എടുക്കണ്ടേ, കുറച്ചും കൂടെ ടൈം കൂടുതൽ അതിനകത്ത് എഫേർട്ട് എടുക്കുന്നത് നല്ലതാണ്. നമ്മൾ ഡബ് ചെയ്യണം, ശരിക്കും പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് സ്വന്തമായിട്ട് തന്നെ ഡബ് ചെയ്യണം, പൂർണ്ണത വരണമെങ്കിൽ. ഇപ്പം നമ്മുടെ അഭിനയം വേറൊരാളുടെ സൗണ്ട് ആകുമ്പോൾ അതിന് പൂർണ്ണത വരില്ല, 50-50 അല്ലേ പോകും. നമ്മൾ സൗണ്ട് കൊടുത്ത് നമ്മൾ തന്നെ അഭിനയിക്കുമ്പോൾ അതിനൊരു പൂർണ്ണത വരും ഒരു സംഭവത്തിന്. അതൊന്ന്. രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞാൽ, അതുകൊണ്ടുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ പോയിരിക്കുമ്പോൾ നമ്മൾ അവിടെ അഭിനയിച്ച കാര്യങ്ങൾ നമ്മൾ കാണുകയല്ലേ. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നമുക്കത് തിരുത്താൻ പറ്റും. നമ്മുടെ മുഖത്തിൻ്റെ ആ ഒരു എക്സ്പ്രഷൻ, ചേഷ്ടികൾ, നമ്മൾ പറയുന്ന ഡയലോഗ് പ്രസൻറ്റേഷൻ, അല്ലെങ്കിൽ ടൈമിങ്, സ്പീഡിൽ പറയും ചിലരെ. അപ്പം നമ്മൾ ഡബ് ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്പീഡിൽ ഡബ് ചെയ്യാൻ പറ്റില്ല, അവിടെ എടുക്കുന്ന പോലെ നമുക്ക് ഡബ് ചെയ്യാൻ പറ്റില്ല. ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾ ചിലപ്പം കിടന്ന് വെള്ളം കുടിക്കും. നമ്മൾ ഡബ് ചെയ്ത് പോകുമ്പോൾ അവർ എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടില്ല, ഡയലോഗ് കിട്ടില്ല. അപ്പം നമ്മൾ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് പിന്നെ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നമുക്കത് തിരുത്താൻ പറ്റും. അങ്ങനെ ഒരു ഗുണമുണ്ട്, 2 ഗുണമുണ്ട്. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നില്ല. താങ്ക് യു സോ മച്ച് ചേച്ചി. എനിക്ക് ഒരുപാട് സന്തോഷം. എൻ്റെ ഇന്റർവ്യൂ എടുത്ത മൂവി വേൾഡ് മീഡിയയ്ക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. നിങ്ങൾ ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert.